ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിവാഹ ചടങ്ങിൽ ടി.വി.കെ നേതാവും നടനുമായ വിജയും നടി തൃഷയും ഒരുമിച്ച് പങ്കെടുത്ത വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. വിജയിന്റെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി കൊടുത്തതിന് ശേഷം തൃഷയും വിജയും ഒരുമിച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വീഡിയോകൾ വൈറലാകുന്നത്. വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം കൊടുത്ത ഹർജിയിൽ വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചിരുന്നു. ആ നടി തൃഷ ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നതിന് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് ഒരേ വേദിയിൽ വന്നു നിൽക്കുന്നത്. അതോടൊപ്പം വിജയ് ഭാര്യ സംഗീതക്കും മക്കളായ ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിവർക്കുമായി 250 കോടി രൂപയുടെ നഷ്ടപരിഹാര തുക വാഗ്ദാനം ചെയ്തതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോടതി നടപടികളിലേക്ക് പോകാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ വിജയ് ഇതിനകം സംഗീതയുമായി ചർച്ചകൾ നടത്തിയെന്നും കേൾക്കുന്നു. ഈ തുക കൈമാറുന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. സംഗീത ഇതിന് സമ്മതം അറിയിച്ചോ എന്നതിലും വ്യക്തത കൈവന്നിട്ടില്ല. മകൻ ജേസൺ സഞ്ജയ്, മകൾ ദിവ്യ സാഷ എന്നിവർ നിലവിൽ അമ്മയ്ക്കൊപ്പമാണ് നിൽക്കുന്നതെന്നാണ് സൂചനകൾ. വിജയുടെ രാഷ്ട്രീയ പരിപാടികളിൽ നിന്നും കുടുംബ ചടങ്ങുകളിൽ നിന്നും ഇവർ വിട്ടുനിൽക്കുന്നത് ആരാധകർക്കിടയിൽ നേരത്തെ തന്നെ ചർച്ചയായി മാറിയിരുന്നു. 1998-ൽ UK-യിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത്. അവരുടേതും പ്രണയ വിവാഹമായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വിജയെ സംബന്ധിച്ച് വിവാഹമോചന വാർത്ത വലിയ തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ വിജയ് അങ്ങനെ ഒരു തിരിച്ചടി ഭയപ്പെടുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ കൽപ്പാത്തി സുരേഷിന്റെയും മീനാക്ഷിയുടെയും മകന്റെ വിവാഹ സൽക്കാരത്തിൽ അവർ ഒരുമിച്ച് പങ്കെടുത്തു. ക്യാമറകൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് ഒട്ടും പതറാതെ രണ്ടുപേരും ചേർന്ന് നിൽക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ അടുത്ത ആഴ്ചയോടുകൂടി നിയമസഭാ ഇലക്ഷന്റെ തീയതികൾ പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൃഷയുമായുള്ള ബന്ധം തള്ളിപ്പറഞ്ഞുകൊണ്ട് മാന്യതയുടെ മുഖംമൂടി അണിയാനോ അല്ലെങ്കിൽ ആ ബന്ധത്തെ ന്യായീകരിക്കാനോ സമയം ഇല്ലെന്നത് വിജയ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധം പരസ്യമായി വിജയ് പ്രഖ്യാപിക്കുകയാണ് ഇത്തരം ചടങ്ങുകളിലൂടെ. സ്വയം വെളുപ്പിക്കുന്നതിനേക്കാൾ തൃഷയെ ചേർത്ത് പിടിക്കുന്നതാവും ഗുണം ചെയ്യുക എന്നത് വിജയിന് നന്നായി അറിയാം. ഇനി ഇതിനെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞു നടക്കുന്നവരെ ആരും തിരിഞ്ഞുപോലും നോക്കില്ല. മറ്റൊരു കാര്യം, വിജയ് ജനപ്രതിനിധി ആയിട്ടില്ല എന്നതാണ്. അയാൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സൂപ്പർ താരം മാത്രമാണ്. ഈ വരുന്ന ഇലക്ഷനിൽ ജനങ്ങൾ തീരുമാനിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി. എന്നാൽ താൻ ആരാണെന്നും തമിഴ് ജനതയ്ക്ക് തന്നിൽ എത്രത്തോളം വിശ്വാസമുണ്ടെന്നും വിജയിന് നന്നായി അറിയാം. ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലാതെ ജനങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അയാളുടെ താരപ്രഭ കൂടുകയാണ്. ഈ ഇലക്ഷനിൽ അത്ഭുതങ്ങൾ തീർക്കാൻ വിജയിന്റെ ടി.വി.കെ എന്ന പാർട്ടിക്ക് കഴിയും എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ പൊതു അഭിപ്രായവും. അവിഹിതം എന്ന് പറഞ്ഞ ആ ബന്ധത്തെ വിജയ് തന്നെ പരസ്യമായി അവതരിപ്പിക്കുമ്പോൾ എതിർത്ത് പറഞ്ഞവർക്കാണ് ഉത്തരം മുട്ടുന്നത്. നാട്ടുകാരും ആരാധകരും വോട്ടർമാരും ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ എനിക്ക് വോട്ട് ചെയ്താൽ മതിയെന്ന ഒരു നിലപാട് കൂടെ അതിലൂടെ വ്യക്തമാകുന്നുണ്ട്. സിനിമയിൽ മാത്രമല്ല, റിയൽ ലൈഫിലും തന്റെ ഓഡിയൻസ് ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങുന്ന ഒരു താരമാണ് വിജയ്. ഈ പറയുന്ന അവിഹിത ബന്ധം തമിഴ് ജനതയ്ക്ക് വലിയൊരു തെറ്റായി തോന്നുകയുമില്ല. ചിന്ന വീട് എന്ന് പറഞ്ഞ് ലാഘവത്തോടെ തന്നെയാണ് വിജയ് തൃഷ ബന്ധത്തെ സ്ത്രീകൾ അടക്കമുള്ള തമിഴർ നോക്കിക്കാണുന്നത്.